Hello everyone, Assalamu alaikum. Welcome back to a new episode of FABTAFT. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സ്നാക്ക് റെസിപ്പിയാണ്. സമൂസൻ്റെ ലീഫും പിന്നെ ഫില്ലിംഗ് എന്ന് പറയുന്നത് എഗ്ഗും വെജിറ്റബിളും വെച്ചിട്ടാണ്. അപ്പോൾ നമ്മുടെ ക്രിസ്പി എഗ് ബോക്സ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ പാൻ ഇവിടെ ചൂടാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഒരു 1.5 സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പിന്നെ അതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ്, അതൊരു 1.5 സ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് മാറട്ടെ. അതിനുശേഷം നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസ് ഉള്ളി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് ക്യാരറ്റാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നല്ലോണം ഫൈനായിട്ട് ചോപ്പ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഞാൻ ആഡ് ചെയ്യുന്നത് ക്യാബേജാണ്. ഒരു 1/4 കപ്പ് ക്യാബേജും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിന് എരിവിന് വേണ്ടിയിട്ട് ഒരു 2 പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1 സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 1/4 സ്പൂൺ ജീരകപ്പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഒരു ഫ്ലേവർ എനിക്ക് ഭയങ്കര ഇഷ്ടമായതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ വേണ്ടിക്കില്ല ഏത് വേണ്ടിക്കില്ല ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് ക്യാപ്സിക്കവും മല്ലിയിലും കൂടി ആഡ് ചെയ്തിട്ട് നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് കുക്കാവൊന്നും വേണ്ട വെജിറ്റബിൾ, ചെറുതായിട്ടൊന്ന് സോഫ്റ്റായി കിട്ടിയാൽ മതി. അപ്പം ഒരുപാട് ടൈമും വേണ്ട, ഫില്ലിങ്ങിന് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു ഫില്ലിങ്ങുമാണ്. അപ്പോൾ ഈ ഫില്ലിങ്ങിൻ്റെ കൂടെ വെക്കാനായിട്ട് പെട്ടെന്ന് നമുക്കൊരു 4 മുട്ടയും കൂടി വേവിച്ചെടുക്കാം. നിങ്ങൾക്ക് ഫില്ലിങ് ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ മുട്ട പുഴുങ്ങിയെടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ കുക്കറിൽ പെട്ടെന്ന് കുക്കായി കിട്ടും. ഒരു 2 വിസിൽ വരുമ്പോഴത്തേക്കും നമ്മൾ മുട്ടയെല്ലാം നല്ലോണം വെന്ത് വന്നിട്ടുണ്ടാവും. ഇതുവരെ അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് സമൂസ ലീഫ് ഇതുപോലെ ഒന്നിൻ്റെ മുകളിൽ ഒന്നായിട്ട് ഇങ്ങനെ പ്ലസ് ഷേപ്പിൽ വെച്ച് കൊടുക്കാം. പിന്നെ ഇതിൻ്റെ സെൻറ്ററിലേക്കാണ് നമ്മൾ മസാല ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇതിന് നടുവിൽ മസാല ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ എഗ്ഗ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ റെഡൊക്കെ കളഞ്ഞിട്ട് വൈറ്റ് പോർഷൻ മാത്രമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ മയോണീസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ചീസോ മൊസറല്ല ചീസോ എന്തോ ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് മൈദ ഗ്ലൂ വെച്ചിട്ട് 4 ഭാഗം ഒട്ടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് വേണം, സ്പ്രെഡ് ചെയ്തിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഉള്ളിലെല്ലാം ഓയിൽ കയറാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഇതുപോലെ ബാക്കിയുള്ള ബോക്സും കൂടി പെട്ടെന്ന് റെഡിയാക്കി എടുക്കാം. ബോക്സ് ഫില്ലായി കഴിഞ്ഞാൽ കോട്ടൺ തുണിയോ അല്ലെങ്കിൽ ടവലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം. ഇല്ലെങ്കിൽ സമൂസ ലീഫ് ഡ്രൈ ആയി പോകാൻ ചാൻസ് ഉണ്ട്. നമുക്കിതെല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രൈ ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സൈഡിൽ ഹോൾസ് ഉണ്ടെങ്കിൽ നമ്മൾ മൈദ ഗ്ലൂ വെച്ചിട്ട് അതെല്ലാം ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇല്ലെങ്കിൽ അതിലൂടെ എണ്ണ കയറാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിതിനി മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നിനി സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി ഒരുപാട് സമയമൊന്നും കളയണ്ട, പെട്ടെന്ന് ഈ ഒരു സ്നാക്സ് ഉണ്ടാക്കിയെടുക്കുക. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. പിന്നെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക.
അപ്പം പുതിയൊരു വീഡിയോ ആയി കാണുന്നവരെ ടേക്ക് കെയർ ആൻഡ് സ്റ്റേ സേഫ്. ബൈ.